ഓഡീഷൻസിന്റെ ഇത് പറയാം, ഇപ്പോൾ എത്രയും ഓഡീഷൻസ് ഒക്കെ ചെയ്തു, അതായത് നമ്മുടെ പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഡ്രീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മളവിടെ എത്തും. സ്ട്രഗിൾ കൂടി വേണം, സ്ട്രഗിൾ പണിയെടുത്താലേ കിട്ടും. അപ്പം പ്രിൻസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇതേ സ്റ്റേജിലൂടെ ഒക്കെ പോയിട്ടുണ്ട് ഓഡീഷൻസ് ഒക്കെ? ഉണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ആക്ച്വലി മറ്റേ എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എവിടെയും എത്തിപ്പെടാതായപ്പോഴത്തേന് നമുക്ക് ഫിനാൻഷ്യൽ വേണമല്ലോ. സ്വാഭാവികമായി ഞാൻ അവിടെ നിന്ന് നിർത്തി എന്നാൽ പിന്നെ പണിയെടുക്കാൻ പോയി. പിന്നെ അതിനുശേഷമാണ് പിന്നെ രണ്ടാമത് ഞാൻ എന്നാൽ കുറച്ച് ഓക്കെ ഇപ്പോൾ ഒരു നോക്കാം എന്നൊരു സ്റ്റേജ് വന്നപ്പോഴത്തേന് പിന്നെ രണ്ടാമത് നോക്കിയപ്പോഴത്തേനാണ് ഈ മൂവി സെറ്റായത്. എപ്പോഴെങ്കിലും അങ്ങനെ റിഗ്രറ്റ് തോന്നി, അതായത് ലൈഫ് ഒരു പോയിന്റ് വരെ ഇതിനു വേണ്ടി ഓടി? ആക്ച്വലി തോന്നാറില്ല. അതായത് മൂവി എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ മനസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് റിഗ്രറ്റ്സ് ഒന്നും തോന്നത്തില്ല. നമുക്കിങ്ങനെ കിട്ടും പ്രതീക്ഷയാണ്. റെഡിയാവും, ഇപ്പം റെഡിയാവും, അല്ലെങ്കിൽ നാളെ റെഡിയാവും, അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയുടെ മുന്നിൽ നമ്മളിങ്ങനെ, അത് വേറൊരു വികാരമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതായത് ഇപ്പം ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത്, ഫൈനാൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ക്രൈസിസ് തന്നെ. നമുക്ക് നമ്മൾ അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നമ്മുടെ ചുറ്റുമുള്ളവര് അവരെ കെയർ ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കണം. ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാവരും പുറകെ ഓടും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതേപോലെ ബാക്കിലേക്ക് വലിക്കുന്ന ഫാമിലി, അതുപോലെ ഫിനാൻസ് എല്ലാം കൊണ്ടും ബാക്കിലേക്ക് വെക്കുന്ന ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജിൽ നമ്മൾ പിടിച്ചു നിന്ന് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൃഥ്വിരാജ് ഒരു പടത്തിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് ഈ സ്ട്രഗിളിന്റെ എന്തോ എക്സ്ട്രീം ലെവൽ എത്തിക്കഴിഞ്ഞാണല്ലോ പിന്നെ അങ്ങോട്ട് ലൈഫ് ഈസിയാണ്. അതായത് നമ്മൾ ഏറ്റവും മാക്സിമം ഉണ്ട്, എന്തിനൊരു മാക്സിമം ഉണ്ട്. ആ സാധനത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊക്കെ നമുക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. സിനിമ കഴിയുമ്പോഴേക്കും ഇനി ആ സ്ട്രഗിളിങ് ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, അങ്ങനെ ഒന്ന് വിചാരിക്കണം. അതൊക്കെ ശരിയാവുമല്ലേ ഡയറക്ടർ എടുത്താണ്. അപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സിനിമയാണല്ലോ, അപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇത്രയും വലിയൊരു കാസ്റ്റിംഗ് ക്രൂ ഉണ്ട്. അപ്പം എന്താണ് മെയിനായിട്ടുണ്ടായ ഒരു സ്പാർക്ക്? എന്താണ് ഇങ്ങനൊരു സിനിമ എൻ്റെ ഈ സൊസൈറ്റിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ഇതേപോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വർക്കാവണം എന്ന് തോന്നിക്കാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതിനെ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയും. അപ്പം നമ്മൾ ഏത് സിനിമ ഞാൻ ചെയ്താലും അത് അതിനനുസരിച്ചാണ്. എൻ്റെ വിഷൻ എന്ന് പറയുമ്പം വെറുതെ ഒരു സിനിമ കണ്ട് തീർക്കുക അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ആ ഓഡിയൻസിൽ ഉണ്ടാവണം. അതിനോടൊപ്പം എൻ്റർടൈനിങ്ങും ആയിരിക്കണം. അപ്പം ഇത് രണ്ടുകൂടെ ചേർത്താണ് മിക്സ് ചെയ്താണ് ഞാൻ ഈ കഥ എഴുതാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് സമൂഹത്തിൽ നടക്കുന്നതാകുമ്പോൾ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് അത് സമൂഹത്തിലുണ്ടാകും. ഓഡിയൻസിനത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അതിനകത്ത് പ്രണയം ഉണ്ടാകുന്നുണ്ട്, സസ്പെൻസ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കുക. അപ്പോൾ അതാണ് എൻ്റെ ഒരു സിനിമ. എൻ്റെ സിനിമകളിൽ എൻ്റെ കഥകൾ മുഴുവൻ തന്നെയും എല്ലാം മെസ്സേജ് ചേർത്തുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അതിനകത്ത് ഉണ്ടാകണമെന്നുള്ളത് വെച്ചാണ് ചെയ്യുന്നത്. അല്ല വെറുതെ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അത് ഞാനിങ്ങനെ ചെയ്യാനുള്ള കാരണം. ഈ സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഇതിനകത്ത് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നതിനകത്ത് 2 നായകന്മാരും 2 നായികമാരുമാണ്. അതായത് ഒരു ലീഡ് ക്യാരക്ടറല്ല. അതിലൊരു നായകനാണ് പ്രിൻസ്, അതിനുശേഷം വേറൊരു നായകനാണ് നമ്മുടെ ഹേമന്ത്. ഇപ്പം ഈ ഹേമന്ത് 2 നായകന്മാരും നയന പ്രസാദും അശ്വതി അശോകുമാണ് അടുത്ത 2 നായികമാരും. ഇവർ തമ്മിലുള്ള കഥകളാണ് ഓരോ സംഭവങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം അതിൽ തന്നെ ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു എല്ലാ റിലേഷൻഷിപ്പിലും ഒരു വലിയൊരു പാരയാണ്, ചില സമയത്ത് നല്ല ഗുണവുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഈവൻ ദോ ഒരു മാരീഡ് റിലേഷനാണെന്ന് പറഞ്ഞു, ഒരു മാരീഡ് റിലേഷൻ പോലും ഒരു സ്മാർട്ട് ഫോൺ വലിയൊരു പങ്കിനുണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഡൗട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടാവാം. ശരിക്കും സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നല്ലതാണോ മോശമാണോ റിലേഷൻഷിപ്പിൽ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. ഒരുപാട് ടെക്നോളജി വളർന്നനുസരിച്ച് എന്താ പറയാ, തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫാമിലിനെക്കാട്ടും ഉപരി കുട്ടികളെ പോലും ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് എക്സ്പീരിയൻസസ് പലതും പുറത്തു പറയാൻ പറ്റാത്ത പോലും എക്സ്പീരിയൻസസ് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് പോലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ടാബ് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നത് വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള സാധനം ക്യൂരിയോസിറ്റിയാണ്.
ഇത് കാണാത്തൊരു സാധനം എന്താണെങ്കിലും അത് കാണുമ്പോൾ കിട്ടുന്നത് അതായത് അവർക്ക് അതിലേക്ക് എന്ത് പോകണം എന്നുള്ള ആ ഒരു രീതിക്കാണ് അങ്ങനെ പോവുക. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് സാധനം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം, എന്ത് സാധനം നമ്മൾ മോശം രീതിയിൽ യൂസ് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. സ്മാർട്ട് ഫോൺ പണി തന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. സേഫ് ആയിട്ടാണോ? ഇതുവരെ സേഫാ. പണി തരാൻ ഇല്ല ഇല്ല. എവിടൊക്കെയോ ഉണ്ടോ ഇല്ലയോ അവസരം കൊടുത്തിട്ടില്ല. എല്ലാം പ്ലാൻഡ് ആണ്. അപ്പം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് എന്താ ഒരാളുടെ മാത്രം ഡ്രീം അല്ല, കുറേ പേരുടെ ഡ്രീമാണ്, അവരുടെ അധ്വാനത്തിന്റെ റിസൾട്ടാണ്. അപ്പം അതായത് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പോയിന്റിൽ അല്ലെ ക്ലാപ്പ് വീഴും, അല്ലെ ഈ പോയിന്റിൽ അവർ ചിരിക്കും എന്നൊരു പ്രതീക്ഷയോടെ ആയിരിക്കും കാണും. ചിലപ്പോൾ അത് വർക്കാവാം, ചിലപ്പോൾ അത് വർക്കാവാതിരിക്കാം. അപ്പം ഒരാളുടെ ഭാവി അല്ല ഒരാളുടെ എന്നല്ല, ആ ക്രൂവിന്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്നത് ചിലപ്പം ആ ഒരൊറ്റ ദിവസമായിരിക്കാം. പേടിയുണ്ടോ? പേടിയില്ലാണ്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രേക്ഷകരെ മാത്രം പേടിച്ചാൽ പോരാ. ഇന്ന് മറ്റേ റിവ്യൂ പറയുന്നവരെ പേടിക്കണം, നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയക്കാരെ പേടിക്കണം. നിങ്ങളുടെ 2 വാക്ക് മതി നമ്മുടെ പടം കയറി പോവാൻ. അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞ പടത്തിന് നല്ലൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞൊരു പടത്തിന് നമ്മുടെ ആറാട്ടണ്ണനല്ലേ, അയാൾക്ക് ഒരു പടത്തിന് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് തല്ലി കിട്ടിയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അത് എന്റെ പടമാണ്, ഞാൻ ലീഡ് റോൾ ചെയ്ത പടമാണ്. പൾപ്പിന് റിവ്യൂസ് ഇപ്പം എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് അത് ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം പിന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിങ്ങൾ സിനിമ കണ്ടു, നിങ്ങൾ ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ സിനിമ കാണുന്ന ആൾക്ക് നിങ്ങൾക്ക് റിവ്യൂ പറയാൻ അവകാശമുണ്ട്. പക്ഷെ ഒരിക്കലും പോയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം. അല്ലാതെ ചുമ്മാ കിടന്ന് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് അതിനകത്ത് അഭിനയിക്കുന്ന, അതായത് ഇപ്പം ആ പടത്തിൽ ഇപ്പം നമ്മൾ ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു പടത്തിൽ ലാലേട്ടൻ കള്ളുടിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അയാൾ കള്ളുടിയനായിട്ടല്ല ചെയ്യുന്നത്, അത് ക്യാരക്ടറാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഈ പുള്ളി അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന്റെ അകത്ത് അഭിനയിച്ചവരൊക്കെ ഡ്രഗ് അഡിക്ട്സ് ആണ്. ഇന്ദ്രൻസ്, അതായത് നാഷണൽ അവാർഡ് കിട്ടി ഇന്ദ്രൻസ് ചേട്ടൻ അഭിനയിക്കാൻ അറിയില്ല. അയ്യോ ഭയങ്കര ട്രെൻഡ് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് മറ്റേ തിയേറ്റേഴ്സ് ഒന്നും നോർമൽ തിയേറ്റേഴ്സ് ഇല്ല, ഫുൾ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് ആണ്. സോ ഒരു ഫാമിലി തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പോകുന്ന പെട്രോൾ തൊട്ട് അവിടെ എത്തി വാങ്ങിക്കുന്ന ടിക്കറ്റ്, പോപ്കോൺ അടക്കം ഒരു മിനിമം 1500-2000 ചെലവാണ്. സോ ഉറപ്പായിട്ട് ഒരു ഫാമിലി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സിനിമ ഞാൻ കാണുന്നത് എനിക്ക് വീട്ടാണെങ്കിൽ എന്റെ ഫാമിലിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ട് ചിന്തിക്കും. നിങ്ങളാണെങ്കിലും ചിന്തിക്കും, ഞാനാണെങ്കിലും ചിന്തിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഓഫ് കോഴ്സ് നോക്കുക സോഷ്യൽ മീഡിയ പോയിട്ട് ഇവൻ എന്ത് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, അത് നല്ലതാണ്. ചിലപ്പോൾ അവൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം, മേ ബി കറക്റ്റ് ആവാണ്ടിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു നെഗ് അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി നമ്മളെ സാധനത്തിന് ആയിക്കോട്ടെ നമ്മൾ ഉറപ്പായിട്ട് അത് തിരിയും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നെഗ് അടിച്ചിട്ട് ആ സിനിമ പോയി കാണാമെന്ന് ഒരിക്കലും ആരും ചിന്തിക്കില്ല. പിന്നെ ഓൺലൈനിൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നെഗ് കാണുന്നോ അതിനെ ഇങ്ങനെ തള്ളിക്കയറ്റി കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോഴത്തെ. കാരണം അതിനെ ആൾക്കാർ വ്യൂസ് കിട്ടത്തുള്ളൂ ഉറപ്പായിട്ടും. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യം അത് അവർ കൊണ്ടു നടക്കുന്നു, ഇവർക്ക് എന്താ ആവശ്യം അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഈ ആറാട്ടെണ്ണം ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമിന്റെ പാസ് മാറ്റിട്ടുണ്ട് പുള്ളി അകത്ത് കയറുന്നത്. 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം പുള്ളി പടം കണ്ടിട്ടുള്ളൂ. അതിന് പുള്ളി പുറത്തേക്ക് ഇറങ്ങി, പുള്ളിയുടെ കൂടെ ഒരു മീഡിയക്കാരനാണ്, ഇവരും 2 പേരും പുറത്തേക്ക് ഇറങ്ങി. ഇയാൾ ചോദിച്ചത് എനിക്ക് കുറച്ച് നെഗറ്റീവ് റിവ്യൂ തരുമെന്ന്. അല്ലാണ്ട് പുള്ളി പടം കണ്ട് പടത്തിനുള്ള റിവ്യൂ അല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഈവൻ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 10 years ആയിട്ട് ഇതിന് പുറകിൽ സ്ട്രഗിൾ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. ഞാൻ ലീഡ് ചെയ്യുന്ന, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള മറുപടിയാണത്. ഞാൻ ലീഡ് ചെയ്യുന്ന ആദ്യത്തെ പടം റിലീസ് ആകുമ്പോൾ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരിക്കും, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഫസ്റ്റ് റിവ്യൂ ഇറങ്ങാണ് ഒരു പടം കഴിയുമ്പോഴേക്കും ഇത്രയും മോശം പടമില്ലെന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത റിവ്യൂ ആണ് പുള്ളി ഇട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. കാരണം വെച്ചാൽ നമ്മുടെ ഒരു എഫേർട്ടിനെ കളിയാക്കുന്ന രീതിയാണ്. അതും പുള്ളി പടം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അയാളെ അഭിപ്രായമാണ് പറഞ്ഞത് നിൽക്കാം. പക്ഷെ ഇത് ഒരാള് പറയിപ്പിക്കാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രൈം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്രയ്ക്കും ഇത് ചെയ്തൊരു പരിപാടിയാണ് പുള്ളി ഒന്ന് കാണിച്ചത്. ഈ സിനിമയ്ക്ക് പേടിയുണ്ടോ റിവ്യൂ പണി വരും? ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. സ്വാഭാവികമായിട്ടും എന്നും എല്ലാ കാര്യങ്ങളും നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും, റിവ്യൂസ് വേണം, അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് വേണം, എല്ലാം വേണം. ഇതൊക്കെ അതിന്റെ പാർട്ടാണ്. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ, ഒന്നുകിൽ സിനിമ നേരിട്ട് പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് അഭിപ്രായം പോയിട്ട് ചോദിച്ചിട്ട് കണ്ടോ. ഈ എല്ലാവരും റിവ്യൂ പറയുന്നത് കേട്ടിട്ട് നമ്മള്, അതായത് അവരുടെ റിവ്യൂ അവർ പറയുന്നതാണ്, അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. എല്ലാവരും ഒരേ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നില്ലല്ലോ.
അപ്പൊ എന്തായാലും സിനിമ എന്നാ റിലീസ്? മെയ് 10 പ്രതീക്ഷ. മെയ് 10 അപ്പം കുറച്ച് സമയമുണ്ട്. പതി ഇറക്കിയാൽ മതി. കാരണം ഈ സമയത്ത് ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ മനസ്സമാകത്തോട്ട് കാണാം. കാരണം ഈ സമയത്ത് ഒരുപാട് സിനിമകൾ 2024 തുടങ്ങിയിട്ട് കുറെ സിനിമകൾ മലയാള സിനിമയുടെ വസന്തകാലം എന്ന് തന്നെ പറയാം. തൊണ്ണു നല്ല പൊന്നായിക്കൊണ്ടിരിക്കുന്നത് 100-150 കോടികൾ മലയാള സിനിമകൾ എല്ലാവർക്കും അസൂയ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഈ സിനിമ തരാമോ എന്ന് ചോദിക്കുന്ന അടിച്ചു വിളിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. 50 കോടി 100 കോടി 200 കോടിക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സിനിമ അതുപോലെ ഒരു ഹിറ്റ് ആവാൻ ചാൻസസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.